കൂട്ടുകാർക്ക് ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് രേവതി സച്ചിയും വെളുപ്പിന് തന്നെ പൂവൊക്കെ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോവാണ്. അങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് അവര് ചായ കുടിച്ചിട്ടാ തിരികെ വീട്ടിലേക്ക് വരുന്നത്. വരണ സമയത്ത് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലാരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, എന്നും രേവതിയാണല്ലോ ഉണ്ടാക്കണേ, അപ്പൊ വീട്ടിലുള്ളവർക്കൂടെ ഫുഡ് വാങ്ങിക്കണമെന്ന്. അവസാനം സച്ചി സമ്മതിച്ചു. സച്ചിക്ക് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കില് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പൊ രേവതി ഒന്നും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നതല്ലേ, ഇപ്പൊ ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ട് സച്ചി ഫുഡൊക്കെ വാങ്ങിക്കൂടാ. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രേവതി ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഇന്നലെ വരെയാണെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് എന്ത് ഫുഡ് ഉണ്ടാക്കും, പിന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ട് എന്തൊക്കെ വാങ്ങും, അങ്ങനെ ഓരോരോ ചിന്തകളായിരുന്നു, പണികളൊക്കെ എപ്പം തീരുമെന്ന്. പക്ഷെ ഇപ്പം മുതൽ എന്റെ ചിന്തകൾ അങ്ങോട്ട് മാറി സച്ചിയേട്ടാന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല അതൊന്നുമല്ല, ഇപ്പം മുതല് അതെ മാല കെട്ടുന്നതിനെ കുറിച്ചും അത് വിൽക്കുന്നതിനെ കുറിച്ചും അതൊക്കെ മാത്രമാ എന്റെ മനസ്സിൽ ചിന്ത. സച്ചി പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ, ബിസിനസ്സും കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ എന്റെയും ചിന്തയെന്ന് പറയാ. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് തിരികെ പോരുവാണ്. ഈ സമയം ചന്ദ്രമതി രാവിലെ എഴുന്നേറ്റു. പതിവ് പോലെ എഴുന്നേറ്റിട്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് കലിപ്പിക്കുവാണ്. അടുക്കളയിലേക്ക് നോക്കിയിട്ട് വിളിക്കുക, എടി രേവതി, എത്ര സമയം നിന്നോട് ഇച്ചിരി ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട്? 1/2 മണിക്കൂറായി, നിനക്കെന്താ ചായ കൊണ്ടുവരാൻ ആയില്ലേന്ന് ചോദിക്കുക. ചന്ദ്രമതിയുടെ വിചാരം എന്താ, രേവതി അടുക്കളയിലുണ്ട്, അപ്പൊ ചായ ഇപ്പൊ കൊണ്ടുവരും, സാധാരണ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ കൊണ്ടുത്തരുവാണല്ലോ പതിവ്. പിന്നീട് ഒരനക്കൊന്നും കേൾക്കുന്നില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു. നീ എന്തിനാ ചന്ദ്ര രാവിലെ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണമെന്ന് ചോദിക്കാം. അതെ, അവളോട് ഞാൻ ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറായി, അവൾ ഇതുവരെയായിട്ട് ഒരു ചായ ആയിട്ട് വന്നിട്ടില്ല, ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറയണ. ചെന്നിട്ടും കാര്യമൊന്നുമില്ല, അലറിയിട്ടും കാര്യമില്ല. വെളുപ്പിന് 4 മണിയായപ്പം രേവതി പോയെന്ന് പറയണ. പോയോ അങ്ങോട്ട്? അപ്പൊ നീ ഈ കാര്യമൊക്കെ മറന്നുപോയോ? പൂക്കട തുറന്നു വെച്ചിട്ടുണ്ട് താഴെ, പൂ മേടിക്കണ്ടേ, മാർക്കറ്റിൽ പോയി പൂ എടുത്തോണ്ടൊന്ന് കെട്ടി പൂ വിൽക്കണം അവക്ക്. ഇനി പണ്ടത്തെ പോലെ നിന്റെ തോന്നിയാസത്തിനൊന്നും അവളെ കിട്ടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും കൂടെ മനഃപൂർവ്വം അല്ലേ നിൽക്കും എന്ത്? അതെ, ചായ നിനക്ക് വേണേ നീ ഒരു കാര്യം ചെയ്യാം, നീ അടുക്കളയിലേക്ക് കയറ്, എന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി, ഞാൻ പോയി ചായ ഉണ്ടാക്കാനോ? അതെന്താ, നിനക്ക് മാത്രം പോരാ, എനിക്കും ഒരു ചായ വേണം, എനിക്കൂടെ ഒരു ചായ ഉണ്ടാക്കിത്താ. രേവതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് ചായ കൊണ്ട് തന്നെന്ന് പറയാം. ഓ, എനിക്കും പറ്റില്ല. അതെന്താ, എന്റെ മനുഷ്യ, ചായപ്പൊടിയൊക്കെ എവിടെ ഇരിക്കണേന്ന് പോലും എനിക്ക് പറയില്ല എന്ന് പറയാം. അതെന്താ, ചായപ്പൊടിയെല്ലാം ബാങ്ക് ലോക്കറി വെച്ച് പൂട്ടിയിട്ടാണ് രേവതി പോയിരിക്കുന്നത്. ഓ ദേ, തമാശ പറയില്ല കേട്ടോ. പിന്നെന്താ, ഇതേ രേവതി വരുന്നതിന് മുമ്പ് അടുക്കളയിൽ കയറി പെരുമാറിക്കൊണ്ടിരുന്ന ആളാരാ? നീയല്ലേ, അല്ലാതെ രേവതിയൊന്നും അല്ലോ. എന്നിട്ട് നിനക്കെന്താ അടുക്കളത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് ചോദിക്കും. അതെ രവിയേട്ടാ, അതിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡറിൽ എല്ലാ കാര്യങ്ങളും അടുക്കി വെച്ചിരുന്നേ, ഇപ്പൊ ഫുള്ള് ഭരണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നേ രേവതിയിലെ അടുക്കള ഭരണം. അപ്പൊ അവൾക്ക് അറിയത്തുള്ളൂ, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിന്നുകളും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് ടിന്നിനകത്ത് ഏതാ ഇട്ടെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യ, ഇന്ന് മുതൽ അടുക്കള കയറി അങ്ങോട്ട് ഭരണം തുടങ്ങിക്കോ. രേവതിനെ പഴയ പോലെ ഒന്നും കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? രേവതി കടയിട്ടു, ഇനി അവൾക്ക് കടയിലിരിക്കാനേ സമയമുള്ളൂ, അല്ലാതെ നിനക്ക് ഇവിടെ ചായയും കാപ്പിയും ചോറും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ഇനി നീ വേണം അടുക്കള കയറി എല്ലാം ചെയ്യാനെന്ന് പറയാ. എന്റെ കഷ്ടകാലം, ഏത് സമയത്താണോ എന്തോ അവൾക്ക് ഇങ്ങനെ ഒരു പൂക്കട ഇടാനായിട്ട് തുടങ്ങിയത്. ആ സച്ചിനെ പറഞ്ഞാൽ മതി. പിന്നീട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങും. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കൂടെ ചായ എടുത്തേക്കാൻ പറയണം. അങ്ങനെ ചന്ദ്രമതി അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ ചെന്നിരുന്ന് പിറുപിറുക്കുവാണ് ചന്ദ്രമതി. ഏത് നിമിഷത്തിലാണോ എന്തേമേ ആ സച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നി. ചില സമയത്ത് ഇങ്ങനെ അവന് ചിലപ്പോ രേവതിന് ചീത്ത പറയും. ഇപ്പൊ കണ്ടില്ലേ, രേവതിന് ഉള്ളം കൈയിലാ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയൊക്കെ പിറുപിറുത്തോണ്ട് ചന്ദ്രമതി ചായ വെക്കുവാണ്. ചായ വെക്കാനായിട്ട് ആദ്യം വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പൊടി നോക്കുവാണ്. പൊടി കാണുന്നില്ല, എവിടെ കൊണ്ടാ വെച്ചേക്കുന്ന എന്തോ. അപ്പോഴേക്കും വർഷ ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. വർഷ വന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങള് പോവാന്ന് പറയണ, ചായ വേണം, ചായ ഉണ്ടോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതിനും ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണത്തില്ല. അല്ല മോളെ, അത് പിന്നെ ഞാൻ ചായ വെക്കാൻ വെള്ളം വെച്ചേക്കുക, ചായപ്പൊടി പോലെ എവിടെയാന്ന് എനിക്കറിയത്തില്ല. രേവതി രാവിലെ പോയേക്കുക, കടയുടെ ഓണർ രാവിലെ പൂക്കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുവാന്ന് പറയാ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പൊടി പോലെ എവിടെയാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. പിന്നീട് ചന്ദ്രമതി ഒരു പൊടിയും എടുത്തു, അത് മുളക് പൊടിയായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞു മുളക് പൊടിയാന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതിന്റെ ഒരു തുമ്പലും കൂടെ. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് മാറ്, ഞാൻ ചായ വെച്ച് തരാന്ന് പറയണം. ഇത് കേട്ടപ്പോ വർഷയ്ക്ക് ഇഷ്ടപ്പെടുവോ? വർഷ പറഞ്ഞു,
ശ്രീകാന്ത് ഇവിടെ ജോലി ചെയ്യാൻ പോകണം. അപ്പൊ റെസ്റ്റോറൻറ്റിൽ പോയി ശ്രീകാന്തിന് ജോലി ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. വീട്ടിലെ ജോലി റെസ്റ്റോറൻറ്റിലെ ജോലിയും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചായയൊക്കെ വേണം ആൻറ്റി വെച്ച് കുടിച്ചോളും. ഞാൻ ചായ കുടിക്കാൻ ഓർത്ത് വന്നാ ഇനിയിപ്പോൾ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. വാ ശ്രീകാന്തെ നമുക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോഴേക്കും ശ്രുതിയും കൂടെ വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മേ സമയം പോയി, എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് എന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി ശ്രുതിനെ ഒന്ന് നോക്കുകയാണ്. നീ എങ്ങോട്ടാടാ പോകാന്നുള്ള രീതിയിൽ. അല്ല അത് പിന്നെ അമ്മേ, എനിക്ക് എന്നെ കാത്ത് ക്ലയൻ്റൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ആട്ടെ ആട്ടെ. ശ്രുതി പറഞ്ഞു, ആൻറ്റി എനിക്കും പോകണമെന്ന് പറയണം. ചായ ഉണ്ടോ? ഇതേ മോളെ ചായ ഒന്നും വെച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം, നീയും കൂടെ വാ, നമുക്ക് ദോശ ഉണ്ടാക്കാന്ന് പറയണം. ഞാനോ? അയ്യോ എനിക്ക് സമയമൊന്നുമില്ല. എനിക്ക് അല്ലേ തന്നെ ഇന്ന് 1-2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാം. ചന്ദ്രമതിക്ക് ദേഷ്യമായി. ഞാൻ പോകുന്ന വഴിക്ക് ഞാനും ചായ കുടിച്ചോളാന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ പോവാണ്. അവസാനം ശ്രുതി പറഞ്ഞു, എനിക്കും പോകണം, എനിക്കും ധൃതിയാണ്. നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. രവീന്ദ്രൻ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, ശരി അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ചന്ദ്രമതിക്ക് ഭ്രാന്തായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി ചാടിത്തുള്ളി ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ്. ഹാളിലേക്ക് വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, കണ്ടില്ലേ എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാനാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി. ഇപ്പം ഞാൻ പിന്നെ എന്തിനാ എന്നും പറഞ്ഞ് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. പിന്നീട് ചന്ദ്രമതി വീണ്ടും പോയി ചായ വെക്കുവാണ്. അപ്പോഴേക്കുമാണ് രവീന്ദ്രന്റെ കോള് വരുന്നത്. നോക്കിയപ്പോൾ അശോകനെ വിളിക്കുന്നത്. ആണോ? ആ എന്നാ ശരി ഞാൻ വരാന്ന് പറയണം. പിന്നീട് ചന്ദ്രമതിനെ വിളിക്കുവാണ്. എന്താ മനുഷ്യ, ഞാൻ ചായ എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്കിനി ചായ വേണ്ടാന്ന് പറയാം. അതെന്താ? ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം. പുറത്തുനിന്നോ? അതെ, അശോകൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, യൂണിയൻ ഓഫീസ് വരെ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഫുഡോ? ഇനി ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു വരുമ്പോഴത്തേനേ സമയം ഉച്ചയാവും. ഞാനതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചോളാം. അങ്ങനെ രവീന്ദ്രനും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ചന്ദ്രമതിക്ക് അടിയേറ്റവല്ലേ പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ചന്ദ്രമതി ദേഷ്യപ്പെട്ടിരിക്കുക. എല്ലാരും അങ്ങോട്ടേക്ക് പോയി. തനിക്ക് മാത്രം പോവാനൊരിടവില്ലല്ലോ, അതുകൊണ്ട് ഈ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നു. എല്ലാം ആ രേവതി കാരണം. അവിടെ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലോ ഒന്നും ചെയ്യണ്ടായിരുന്നു, കഷ്ടാലം പിടിക്കാനായിട്ട് എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല ഈ വീട്ടിലുള്ള എല്ലാവരും എന്തേന്ന് ചോദിക്കുക. അതെന്താ എന്നെ കണ്ടിട്ട് ഈ വീട്ടിലുള്ളതായിട്ട് തോന്നില്ലെന്ന് ചോദിക്കുക. ഓ അമ്മേനെ അല്ല ബാക്കി ആരെയും കണ്ടില്ല അതുകൊണ്ടാന്ന് പറയാം. അത് പിന്നെ എല്ലാവരും അവരുടെ ജോലിക്ക് പോയെന്ന് പറയാം. എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചോണ്ടാ വന്നിരിക്കുന്ന പറയണം. ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചോണ്ട? അതെ, രേവതിയെ പറഞ്ഞ മേടിക്കാനായിട്ട്. ഇതെന്താ അത്ര പുതുമ? അല്ല അവൾക്ക് അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള വാങ്ങിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചാന്ന് പറയണം. അതിനൂടെ കഴിക്കാനായിട്ട് ആരുമില്ല, എല്ലാവരും പോയെന്ന് പറയണം. ഞാൻ മാത്രം ഉള്ളെന്ന് പറയാം. ആവശ്യത്തിനടുത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് തിരിവാണ്. ഈ സമയം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. ചന്ദ്രമതി പറഞ്ഞു, അല്ല ഇങ്ങനെ പോയിട്ടുണ്ട് ഉച്ചക്കത്തെ കാര്യമൊക്കെയാ. അതെ രേവതിനെ ഇനി പ്രതീക്ഷിക്കണ്ട കേട്ടോ അമ്മ. ഒരു കാര്യം ചെയ്യാം, ഒരു വേലക്കാരി നോക്കുന്ന നല്ലതായിരിക്കും എന്ന് പറയാം. വേലക്കാരിനെയോ? അതെ, അടുക്കള ജോലിയൊക്കെ ചെയ്യണമെങ്കിലേ അല്ല അമ്മ കയറി ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ കയറി ചെയ്യാം. രേവതി ചെയ്യുമെന്ന് പ്രതീക്ഷ ഇനി ഇരിക്കണ്ട. എന്താടാ വേലക്കാരി? അവൾക്ക് പൂക്കടയുണ്ട്, അവൾക്ക് അടുക്കള കിടന്ന് ജോലി എടുത്തോണ്ട് എന്നിട്ടാണെങ്കിലേ പൂക്കളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആരെങ്കിലും നോക്കാൻ വരുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു വേലക്കാരിയെ നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. ഓഹോ, അവൾ അത്രയ്ക്ക് വലിയ ആളായെന്ന് ചോദിക്കും. ഇനിയിപ്പോ വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇനി ഇന്റർവ്യൂ നടത്തിയ ആളെ എടുക്കണമെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് സച്ചി കളിയാക്കി പറയുക. രേവതിക്ക് വേണ്ടിയിട്ടും ഒരു അസിസ്റ്റന്റിനെ വെച്ചാൽ കൊള്ളാവുന്ന എനിക്കുണ്ടെന്ന് പറയാം. ഞങ്ങൾ അങ്ങനെ ഒരു ആലോചനയിലൊക്കെയാന്ന് പറയണം. ഇതുകൂടെ കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ഭ്രാന്തിളകി. അപ്പോഴേക്കുമാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി എന്നിട്ട് എന്താ സച്ചേട്ടെന്ന് ചോദിക്കാം. എന്തേ നിനക്കെന്താ അടുക്കള വെച്ചുണ്ടാക്കാൻ സമയമില്ലെന്ന് ചോദിക്കാം. അമ്മേ പഴയതുപോലെ അല്ല, നല്ല തിരക്കുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ ഒന്ന് അടുക്കള വന്ന് ചെയ്തിട്ട് പോയിക്കോളാന്ന് പറയാം. സച്ചി പറഞ്ഞു, എന്തിന്? അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഇവിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവര് ജോലിക്ക് പോകുമ്പോ അമ്മ ഈ കാര്യം പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ അവിടുത്തെ ജോലി മാത്രം നോക്കിയാൽ മതി. ഇടയ്ക്ക് ഇവിടെ വന്ന് ഒന്നും ചെയ്തു കൊടുക്കണ യാതൊരു കാര്യമില്ലെന്ന് പറയണം. നീ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. കടയിൽ ആള് വന്ന് നിന്നിട്ട് പൈസ മുടക്കി പൂ മേടിച്ചോണ്ട് ഇട്ടിട്ട് വീട്ടിൽ വന്ന് ജോലി ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചങ്ങ് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിക്ക് ഭ്രാന്തായിപ്പോയി. ദേഷ്യം വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യാനാ, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. രാത്രിയായി. പാതിരാത്രി സമയത്ത് ചന്ദ്രമതിയും രവീന്ദ്രനും നല്ല ഉറക്കത്തിന് സമയമാണ്. അപ്പോഴാണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടെ. രവീന്ദ്രനാണ് നല്ല ഉറക്കത്തിലും. ചന്ദ്രമതി ഓർത്തി, ഈ പാതിരാത്രി സമയത്ത് ആരാ വരുന്നേ? ദേഷ്യം വരുന്നുണ്ട്. ആരാ പോലും വന്ന് വിളിക്കുന്നേ? എന്തിനാണോ ഓർത്തോ? രവീന്ദ്രൻ 2-3 വട്ടം വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പോയി കഥവ് തുറക്കുവാണ്. കഥവ് തുറന്നു കഴിഞ്ഞപ്പോ 2 പേരും നിൽക്കുന്നു. അല്ല ആരാ എന്താന്ന് ചോദിക്കുവാണ്. അല്ല ചന്ദ്രമതി അല്ലേന്ന് ചോദിക്കുക. അതെ ചന്ദ്രമതിയാന്ന് പറയണ. മാല വേണമെന്ന് പറയാ. മാലയോ? അതെ കല്യാണമാല. കല്യാണമാലയോ?
നിങ്ങളോട് പറഞ്ഞു ഇവിടെ കല്യാണമാലയുണ്ടെന്ന്? ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് ചന്ദ്രമതി അല്ലേ നിൽക്കും? അതേന്ന് പറയാം. ഇവിടെ മാലയില്ല ഒന്നുമില്ലെന്ന് പറയാം. നിങ്ങളെന്താ ഈ പാതിരാത്രി വല്ല ഒളിച്ചോട കല്യാണം നടത്താൻ പോകണമെന്ന് നിൽക്കും? അയ്യോ അങ്ങനൊന്നും പറയില്ല ആന്റി, എന്റെ പെങ്ങക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അവളുടെ കല്യാണോ രാവിലെ മാല പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് മാല കൊടുക്കാന്ന് പറഞ്ഞ അവര് പെട്ടെന്ന് തന്നെ ഒരാവശ്യം വന്ന് നാട്ടിലേക്ക് പോയി. അവരിവിടെ ഇല്ല, അവർക്ക് മാല കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഇപ്പൊ പോകുന്ന വഴിക്കാണ് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്ന് ബോർഡ് കണ്ടേ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാന്ന് പറയാ. ചന്ദ്രമതി ഇവിടെ മാലയൊന്നും ഇല്ലാന്ന് പറയാ. നിങ്ങൾ ചന്ദ്രമതി അല്ലേ നിൽക്കുക? ചന്ദ്രമതിയൊക്കെയാ, മാല കിട്ടുന്ന ആളൊന്നും ഇവിടെ ഇല്ല, പൊക്കോന്ന് പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. ചന്ദ്രമതിക്ക് ദേഷ്യം സഹിക്കാൻ മതില്ല, മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ്. അപ്പോഴേക്കും രവീന്ദ്രൻ എഴുന്നേറ്റു. രവീന്ദ്രൻ എഴുന്നേറ്റ് ചോദിച്ചു, എന്താ ചന്ദ്രേ, എന്താ കാര്യം എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, മാല വേണം പോലും. മാലയാ? അതെ. എന്ത് ചെയ്യാനാന്ന് പറ, മാലയുടെ ഓണർ ആണല്ലോ, ഹോൾസെയിൽ ബിസിനസ് ആണല്ലോ അവൾ ഇവിടെ നടത്തുന്നേ, രാത്രി മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങോട്ട് പറയാം. എന്റെ ഉറക്കമാ പോയത്. ഇപ്പൊ സമാധാനമല്ലോ, നിങ്ങളുടെ ഉറക്കവും പോയില്ലേ, ഇവിടെ കുത്തിയിരുന്നോളാൻ പറയാണ്. ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി പിറുപിറുത്തോണ്ടിരിക്കുക. നോക്കിക്കഴിഞ്ഞപ്പോ രവീന്ദ്രനെ കാണുന്നില്ല. രവീന്ദ്രൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക. ഓ, ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു. എന്തൊരു ഉറക്കം ഉറങ്ങുന്നേ, മനുഷ്യന്റെ ഉറക്കവും പോയി. നാളെ നേരം വെളുക്കട്ടെ, അവൾക്കിട്ടുള്ള പണി കൊടുത്തോളാം എന്നൊക്കെ വിചാരിച്ച് ചന്ദ്രമതി ഇങ്ങനെ കിടക്കുവാണ്. പക്ഷെ കിടന്നിട്ടും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മനസ്സിൽ അത്രയ്ക്ക് മാത്രം ദേഷ്യവും അസ്വസ്ഥയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശ്രുതി വർഷ ശ്രീകാന്തും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടേബിളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം വർഷ ശ്രീകാന്തിന്റെ വായിലേക്ക് ഇച്ചിരി വെച്ചു കൊടുക്കണം കഴിക്കാനും പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയിൽ ചിരിക്കുകയാണ്. അപ്പോഴേക്കും രേവതി എല്ലോടെ വന്നു. രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ആ ചമ്മന്തി ഇച്ചിരി എടുത്തിടാൻ കോരി വെക്കാൻ പറഞ്ഞു പാത്രത്തിലേക്ക്. അതെ, മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, ഇച്ചിരി എടുത്താൽ എന്തോ കുഴപ്പമെന്ന് ചോദിക്കും. മുമ്പിലുണ്ട്, അതുപോലും എടുക്കാൻ പറ്റില്ല, അതെല്ലാം രേവതി എടുത്തു കൊടുക്കണം. രേവതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, നിനക്കെന്താ പിന്നെ പരിപാടി എന്ന് ചോദിക്കുകയാണ്. അതെ, അച്ഛൻ ഫുഡ് കഴിച്ചാ അച്ഛന് മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ കൊണ്ടുവന്ന് രവീന്ദ്രന് കൊടുക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, ഓഹോ നിനക്ക് അത്രമാത്രം തിരക്കായിപ്പോയല്ലേ എന്ന് ചോദിക്കുക. അമ്മേ, എല്ലാ കാര്യങ്ങളും ടേബിളിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അവനവന് ആവശ്യമുള്ള സാധനം അവനവന് എടുത്ത് കഴിക്കാം. ഞാൻ തന്നെ പാത്രത്തിൽ എടുത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് ജോലിയുണ്ടെന്ന് പറയണം. ഹോ, വലിയ പൂക്കടക്കാരിയാണല്ലോ, വലിയ മുതലാളിയാണല്ലോ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, നിനക്ക് രാത്രി നല്ല ഉറക്കം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. എന്താമ്മേ, ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. അമ്മയ്ക്ക് ഉറക്കം വന്നില്ലേ? എന്ത് പറ്റി? വല്ല വയറുവേന എന്താ ആയിരുന്നോ? വയറ് പറ്റി ഗ്യാസ് എല്ലാം കെട്ടിയായിരുന്നോ? ചിലപ്പോൾ ഫുഡ് കഴിച്ചതിന്റെ എന്തെങ്കിലും ആയിരിക്കും. എന്നെ ഒരു വാക്ക് വിളിക്കുമായിരുന്നെങ്കിൽ ഞാൻ വല്ല ജീരകവെള്ളം എന്തെങ്കിലും ഉണ്ടാക്കി തരൂല്ലായിരുന്നു ചോദിക്കും. അതിനേം കൂടെ ഒരു കുറവുള്ളൂ, എന്റെ ഉറക്കം കളഞ്ഞ അതുകൊണ്ടല്ലെന്ന് പറയാം. പിന്നെയോ രാത്രി വന്നിരിക്കുന്നു, മുതലാളി അന്വേഷിച്ച് പൂവുണ്ടോന്ന് ചോദിച്ചോണ്ട്. അതെ, മാല ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുന്നു. ബാക്കിയുള്ളവന്റെ ഉറക്കവും കളഞ്ഞ് ഞങ്ങൾ ഈ ഹാളിലല്ല കിടക്കുന്നേ. ഞാൻ പോയി കഥയെ മുട്ടുന്ന കേട്ടപ്പോ തുറന്നു കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്. അതോടുകൂടി എന്റെ ഉറക്കം പോയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലമ്മേന്ന് പറയണ. അറിയില്ല, നീയൊക്കെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുവാണല്ലോ എന്ന് പറയണ. അപ്പോഴേക്ക് സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യം ചോദിക്കുകയാണ്. കാര്യം അറിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതാണോ? എന്നിട്ട് അമ്മ എന്താ പറയാത്തെ? ഞങ്ങളുടെ പൈസ അത്രയ്ക്ക് നഷ്ടമായില്ലേന്ന് ചോദിക്കുക. പിന്നെ കോടികൾ നഷ്ടം വന്നില്ലേന്ന് ചോദിക്കും. വലിയ ബിസിനസ്, ഇന്റർനാഷണൽ ബിസിനസ് ആണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നേ. 100 കോടി നഷ്ടം വന്ന പോലെയാണല്ലോ പറയണേ. 100 കോടിയാണെങ്കിലും 10 രൂപയാണെങ്കിലും ഞങ്ങൾക്കല്ല നഷ്ടം വന്നേന്ന് ചോദിക്കാം. അമ്മയ്ക്ക് ഒരു വാക്ക് ഞങ്ങളെ വിളിക്കാൻ വരാനും ചോദിക്കും. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, എന്നെ പറഞ്ഞാൽ മതി, എന്ത് ചെയ്യാനെന്നറാ, ഹാളിൽ കിടക്കുന്നുണ്ടാ, മുറിയിലാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് സച്ചി പറഞ്ഞു, ആര് കാരണോ? അമ്മയുടെ മോൻ കാരണം. അതെ, ഈ നിൽക്കുന്ന ശ്രീകാന്ത് കാരണമല്ലേ മുറി പോയെന്ന് ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, സച്ചി കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്തിനാ പറയണമെന്ന് ചോദിക്കും. പറയാതിരിക്കുന്നത് എങ്ങനെയാ, നീ ഒറ്റ ഒരുത്തിനും എല്ലാത്തിനും കാരണം. പെട്ടെന്ന് വർഷം അതും കൂടെ ഏറ്റുപിടിച്ചു. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങളല്ലേ മുറി കൊടുക്കാന്ന് പറഞ്ഞേ. അതെ, ഞങ്ങൾ മുറി കൊടുക്കാന്ന് പറഞ്ഞു. അച്ഛന് വേണ്ടാന്ന് പറഞ്ഞോണ്ടാ, അല്ല ഞങ്ങൾ കൊടുത്തേനും. അല്ല, ഞങ്ങൾ മുറി കൊടുക്കണം നിനക്കെന്നാ നിർബന്ധം? വലിയ ആളും കളിച്ച് അന്ന് നിങ്ങൾക്കൊണ്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി രേവതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയാം. മതി, ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ടെന്ന് പറയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, അല്ലേലും സച്ചി നിനക്ക് ആ മുറി കൊടുക്കാനും തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇനിയിപ്പം ഈ പൂക്കട ഇതിന് ഫ്രണ്ടിൽ കൊണ്ടേ വെക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ ഫ്രണ്ടിൽ കൊണ്ടേ പൂക്കട വെച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നേ. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാ, ആ പൂക്കട അവിടെ നിന്ന് ആദ്യം മാറ്റണം. അല്ലേ എനിക്ക് നാണക്കേടാ. എന്റെ ഓഫീസിൽ വലിയ ക്ലയന്റ് ഒക്കെ വരുന്ന, അപ്പൊ എന്റെ വീടിന്റെ മുന്നിൽ ഒരു പൂക്കട ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോലും നാണക്കേടാന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി സുധീനെ ഒന്ന് നോക്കുവാണ്. അവന്റെ നാണക്കേട്, ജോലിയും കൂലി ഏതാ പാർക്കിൽ പോയിരിക്കുന്നവനാ, നാണക്കേടാണ് പോലും. പിന്നീട് സുധി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഈ പൂക്കടയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പത്തിന് പൂവൊക്കെ അവിടെ വീണ് കിടക്കുന്ന എല്ലാം കൂടെ ചീഞ്ഞിട്ട് ഒരുമാതിരി മണം ഉണ്ടാകും, കൊതുവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമെന്ന് പറയാം. ആ പൂക്കട എത്രയും പെട്ടെന്ന് അവിടെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് സുധി വലിയ അഹങ്കാരം കാണിച്ച് അങ്ങോട്ടേക്ക് പോവാണ്.
അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, രേവതി നീ കടയിലേക്ക് പോകാൻ നോക്കാൻ പറയണ. രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഇതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല. നീ നിന്റെ കടയിൽ പോയി നിന്റെ ജോലി നോക്കാൻ പറഞ്ഞിട്ട് രേവതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വിശേഷങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ വൈകുന്നേരം ആളെ ഞാൻ ടുമാറോ പ്രൊമോ ഒന്നും പറഞ്ഞ് ഇടുന്നില്ല, കാരണം നാളത്തെ ഒറിജിനൽ കഥ തന്നെയാണ് പറയണേ, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇത് കൂടാതെ ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മറക്കാതെ കാണണം കേട്ടോ. പ്രൊമോ വിശേഷങ്ങളാണെങ്കിലും ഫുൾ വിശേഷങ്ങളാണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.